സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടന്നിട്ടും മുഴുവൻ പ്രതികളിലേക്കും എത്തിയിട്ടില്ല. ഹൈക്കോടതി ആവർത്തിച്ച് പറയേണ്ടതായിട്ട് വന്നു. ഇനിയും ഉന്നതന്മാർ ഇതിൽ പ്രതികളാക്കപ്പെടേണ്ടവരുണ്ട് എന്ന് പറഞ്ഞു. നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് തിട്ടപ്പെടുത്തണം, അത് വീണ്ടെടുക്കണം. ചിലരെയൊക്കെ മന്ത്രിമാരായിരുന്നവർ, ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തുണ്ടായിരുന്നവർ, അവരെയൊക്കെ ചോദ്യം ചെയ്തത് പരമരഹസ്യമായിട്ടാണ്. എന്താണ് ആ ചോദ്യം ചെയ്യലിൽ നിന്ന് വെളിവാക്കപ്പെട്ട കാര്യങ്ങൾ? ചോദ്യം ചെയ്തലിനെ മുൻ മന്ത്രി വിശേഷിപ്പിച്ചത് അഭിമുഖമെന്നാണ്. എന്നെ അവർ കണ്ട് എൻ്റെ നിലപാട് അന്വേഷിക്കുകയായിരുന്നു എന്നാണ് മുൻ മന്ത്രി കടകംപള്ളി തന്നെ വിശേഷിപ്പിച്ചത്. ആ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കണം. ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം അവരുടെ മേലുണ്ട്. ഏത് ഏജൻസി അന്വേഷിക്കുന്നതിനും ഞങ്ങളെതിരല്ല. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം സമ്മതിക്കേണ്ടി വരും. അദ്ദേഹത്തിന് ഓർമ്മ കുറവുണ്ടെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ചിലതും അദ്ദേഹം മറയ്ക്കാനും ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത്. ഞങ്ങൾ പ്രധാനമായിട്ട് അപരമേരി ചോദിച്ചു എന്തായിരുന്നു അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് മാത്രം മതിയാവുന്നതല്ല. അദ്ദേഹത്തെ പാർട്ടി നടപടിയെടുക്കണം. അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തെ സംരക്ഷിക്കാനാണ്. അദ്ദേഹം കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രിയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക നിലപാടുകളെയാണ് അദ്ദേഹം എതിർത്തത്. അദ്ദേഹം വർഗീയതയ്ക്ക് തീ കൊളുത്തുകയാണ് ചെയ്തത്. വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തി. നേരത്തെ ഭരണഘടനയെ അവഹേളിച്ച ഒരു മന്ത്രിയാണ്. ഭരണഘടന അടിസ്ഥാനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി തന്നെയാണ് ഒരു വട്ടം ഭരണഘടനയെ അധിക്ഷേപിച്ചത്. ഇപ്പോൾ കേരളത്തിൽ മതേതരത്വത്തെയും കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയുമാണ് മന്ത്രിയായ സജി ചെറിയാൻ ചോദ്യം ചെയ്തത്. കേവലം ഒരു പത്രക്കുറിപ്പ് കൊണ്ട് അത് അവസാനിക്കുന്നതല്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ പാർട്ടിയും ഗവൺമെൻറ്റും നടപടി സ്വീകരിക്കണം. അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും CPM നേതൃത്വത്തിൻ്റെയും നിലപാട് കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. കേവലം ഒരു തിരുത്തൽ കൊണ്ട് തീരുന്നതല്ല ഈ വിഷയം. അത് ഞങ്ങൾ ആലോചിക്കും. നിയമസഭയ്ക്കകത്തും പുറത്തും അത് ആ വിഷയം ഉയർത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.